ചൈനയുടെ സ്വാധീനത്തെ മറികടന്ന് അയൽ രാജ്യങ്ങളെ കൂടെ നിർത്താൻ ഇന്ത്യയും രംഗത്തിറങ്ങി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തെ ഈ പശ്ചാത്തലത്തിൽ കൂടി നോക്കിക്കാണണം. ബംഗ്ലാദേശിലെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നതിന് വൈകാരിക തലം കൂടിയുണ്ട്. മോദിയുടെ സന്ദർശനത്തെ എതിർത്ത ചില തീവ്രവാദി ഗ്രൂപ്പുകളുടെ പ്രതിഷേധ പ്രകടനങ്ങളും അരങ്ങേറി. ഇതിനിടയിൽ ചൈനയുടെയും റഷ്യയുടെയും വിദേശകാര്യമന്ത്രിമാർ കൂടിക്കണ്ടതും അമേരിക്കയെ കുറ്റപ്പെടുത്തിയതും പുതിയ ചേരിതിരിവിന്റെ സൂചനയായി കാണാം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പഴയ പോലെ വീണ്ടും ചൈനയെയും റഷ്യയെയും ലക്ഷ്യം വെച്ചതോടെയാണ് ഈ പുതിയ നീക്കം. രണ്ടു സഖ്യങ്ങൾക്കിടയിൽ കൃത്യമായ സ്ഥാനം നിർണയിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ചൈനയെ ഒറ്റപ്പെടുത്തി അമേരിക്കയെയും റഷ്യയെയും കൂടെ നിർത്തുന്ന ഇന്ത്യൻ നയം വെല്ലുവിളിയെ നേരിടുമോ എന്നാണ് അറിയേണ്ടത്. ഇതിനിടയിൽ സൂയസ് കനാലിൽ ജാപ്പനീസ് കപ്പൽ വിലങ്ങനെ കുടുങ്ങി 200-ലേറെ കപ്പലുകൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടത് പോയ വാരം വൻ വാർത്തയായി. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നു. ചെസ് ബോർഡിലെ കരുനീക്കങ്ങൾ പോലെ സങ്കീർണമാണ് ലോകരാഷ്ട്രീയത്തിലെ ചേരിതിരിവുകളും തന്ത്രപ്രധാനമായ നീക്കങ്ങളും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ബംഗ്ലാദേശ് സന്ദർശനത്തെ തന്ത്രപ്രധാനമായ രാഷ്ട്രീയ കരുനീക്കമായി തന്നെ വിശേഷിപ്പിക്കാം. ബംഗ്ലാദേശിനെ ലക്ഷ്യം വച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് നടത്തുന്ന തന്ത്രങ്ങൾക്ക് മറുതന്ത്രമെന്ന നിലയിൽ കൂടി കണ്ടാൽ ചിത്രം കൂടുതൽ വ്യക്തമാകും. ചൈന റഷ്യയെ വരെ സ്വാധീനിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്താനാണ് ഇന്ത്യയുടെ ശ്രമം. 2 ദിവസത്തെ ബംഗ്ലാദേശ് സന്ദർശനത്തിൽ 5 സുപ്രധാന ധാരണാപത്രങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഒപ്പുവെച്ചു. പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി അടക്കം സാങ്കേതിക മേഖല, വ്യാപാരം, ജലവിഭവം എന്നീ മേഖലകളിലാണ് സുപ്രധാന കരാറുകൾ. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ശവകുടീരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി റീത്തു സമർപ്പിച്ചതും ഗാന്ധി സമാധാന സമ്മാനം മുജീബുർ റഹ്മാന്റെ പേരിൽ മകളും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയ്ക്ക് സമ്മാനിച്ചതും ഏറെ സുപ്രധാനമാണ്. ബംഗ്ലാദേശിൽ സ്വാധീനമുറപ്പിക്കാൻ ചൈന കൈവിട്ട കളികൾക്ക് തയ്യാറാവുമ്പോഴാണ് ഇന്ത്യയുടെ ഈ സുപ്രധാന നീക്കം. ബംഗ്ലാദേശിന്റെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും നരേന്ദ്രമോദി പങ്കാളിയായി. 1971-ൽ പാകിസ്ഥാൻ സൈന്യം ബംഗ്ലാദേശിൽ ഇരച്ചുകയറി സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. അന്ന് 10 ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവഹിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവർ വഴങ്ങിയില്ല. തുടർന്നാണ് 1971 ഡിസംബർ 3-ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ 3 സേനകളും കരയിലും കടലിലും ആകാശത്തുമായി നടത്തിയ കനത്ത ആക്രമണത്തിൽ ഡിസംബർ 16-ന് പാക് പട്ടാളം ഢാക്കയിൽ കീഴടങ്ങി. അന്ന് പാകിസ്ഥാന് രാജ്യത്തിന്റെ പകുതി നഷ്ടമായി. 90,000-ലേറെ പാക് പട്ടാളക്കാരാണ് പാകിസ്ഥാൻ ലഫ്റ്റനന്റ് ജനറൽ AK നിയാസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയോടും ബംഗ്ലാദേശിലെ മുക്തിവാഹിനിയോടും കീഴടങ്ങിയത്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഏറ്റവും കൂടുതൽ സൈനികർ കീഴടങ്ങുന്ന ചരിത്രമായി അത് മാറി. ബംഗ്ലാദേശിന്റെ ജനനത്തിന് കാരണമായത് ഇന്ത്യൻ സേന നടത്തിയ വീരോചിത പോരാട്ടമാണ്. 50 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തതിന് ഈ ചരിത്ര പശ്ചാത്തലവുമുണ്ട്. 1971-ലെ യുദ്ധവിജയം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കൂടി വിജയഗാഥയാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് സൈനിക ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയപ്പോൾ ഇന്ത്യ യുദ്ധത്തിനു തയ്യാറായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ 11 വ്യോമകേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ യുദ്ധം തുടങ്ങിയെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ അതിനുമെത്രയോ മുൻപ് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ആസ്ഥാനങ്ങളിൽ നാവികസേന രഹസ്യമായി കടന്നുകയറിയിരുന്നു. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളായ റഷ്യൻ നിർമ്മിത MiG-21 അടക്കം 100 കണക്കിന് പോർവിമാനങ്ങളാണ് പാകിസ്ഥാൻ നഗരങ്ങളെ ബോംബാക്രമണത്തിൽ വിറപ്പിച്ചത്. അന്ന് പാകിസ്ഥാനോടൊപ്പമായിരുന്ന അമേരിക്ക ക്ഷുഭിതരായി. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് M. നിക്സൺ ഇന്ത്യയുടെ 10 നഗരങ്ങളെ ആക്രമിക്കാൻ 7ാം കപ്പൽപ്പടയെ അയച്ചതും കടലിൽ സോവിയറ്റ് യുദ്ധക്കപ്പലുകളോട് ചേർന്ന് ഇന്ത്യൻ നാവികസേന പ്രതിരോധ ഭിത്തി തീർത്തതും വീരോചിത ചരിത്രം.
അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വരുന്നുവെന്ന വാർത്ത അന്ന് ഇന്ത്യയെ അമ്പരപ്പിച്ചതാണ്. ഇന്ദിരാഗാന്ധി കുലുങ്ങിയില്ല. ഇന്ത്യയുടെ പരമാധികാരത്തിന് ഭീഷണിയുണ്ടായാൽ ഇന്ത്യയെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ സൈനികമായി ഇടപെടൽ നടത്തണമെന്ന രഹസ്യ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരുന്നു. തക്ക സമയത്ത് ആ കരാർ പുനർജീവിപ്പിക്കുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. 7ാം കപ്പൽപ്പട ഇന്ത്യയെ ആക്രമിച്ചാൽ 3ാം ലോക മഹായുദ്ധത്തിന് തയ്യാറാകേണ്ടി വരുമെന്ന സോവിയറ്റ് യൂണിയന്റെയും ഇന്ത്യയുടെയും ഭീഷണിയേറ്റു. അമേരിക്ക പിൻവാങ്ങി. ഇന്ത്യയെ ആക്രമിക്കാൻ അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ചൈനയെ പ്രേരിപ്പിച്ചതായി ചരിത്രരേഖകളുണ്ട്. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ ഭീഷണിയിൽ ചൈനയും മാറി നിന്നു. 13 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തെ ഛിന്നഭിന്നമാക്കി ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ ഇന്ത്യയ്ക്കു സഹായകമായത് ഈ തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ്. അന്ന് യുദ്ധം ജയിച്ച ഇന്ദിരാഗാന്ധിയെ പ്രതിപക്ഷം പോലും പ്രശംസിച്ചത് ഭാരതത്തിന്റെ ദുർഗാദേവി എന്നാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും 3800 പട്ടാളക്കാരാണ് ഔദ്യോഗിക രേഖകളനുസരിച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അതോടെ കിഴക്കൻ പാകിസ്ഥാനിലെ ലക്ഷക്കണക്കിന് ബംഗാളികളെ വംശഹത്യ നടത്താനുള്ള പാക് സൈനിക നീക്കത്തിന് വിരാമമായി. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനു പിന്നിൽ ഇന്ത്യൻ സൈനികരുടെയും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തം വീണ വീരകഥകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഓർത്തതിന് ഈ പശ്ചാത്തലമുണ്ട്. ബംഗ്ലാദേശിൽ പാക് പട്ടാളം നടത്തിയ നരനായാട്ടിൽ 3 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ബംഗ്ലാദേശുകാർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. ലോകരാഷ്ട്രങ്ങളോട് ഇടപെടാൻ ഇന്ദിരാഗാന്ധി അഭ്യർത്ഥിച്ചെങ്കിലും ആരും രംഗത്തു വന്നില്ല. തുടർന്നാണ് തിരിച്ചടിക്കാൻ ഇന്ത്യൻ പട്ടാള ജനറൽ മനേക്ഷയോട് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടത്. 10 ലക്ഷം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയതുകൊണ്ട് പൂർണ്ണതോതിലുള്ള യുദ്ധം സാമ്പത്തിക ഭാരമുണ്ടാക്കുമെന്ന് ഇന്ദിരാഗാന്ധി ആദ്യം കരുതി. എന്നാൽ ഇന്ത്യയുടെ സുഹൃത്തുകൂടിയായ മുജീബുർ റഹ്മാന്റെ അഭ്യർത്ഥന കൂടി മാനിച്ച് ഇന്ത്യ പൂർണ്ണയുദ്ധത്തിന് തയ്യാറാവുകയായിരുന്നു. മറ്റിടപെടലുകൾ വരും മുൻപേ ഇന്ത്യ യുദ്ധം ജയിച്ചു കഴിഞ്ഞിരുന്നു. 1972 സിംല കരാറിലാണ് ഇന്ത്യ 90,000-ലേറെ പാക് പട്ടാളക്കാരെ പിന്നീട് മോചിപ്പിച്ചത്. അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി ഭൂട്ടോയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. 1999 കാർഗിൽ യുദ്ധം വരെ പാകിസ്ഥാൻ ഒതുങ്ങിയത് ഈ തോൽവിയോടെയാണ്. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പനായ ഷെയ്ഖ് മുജീബുർ റഹ്മാന് ഇത്തവണത്തെ ഗാന്ധി സമാധാന സമ്മാനം നൽകാൻ തീരുമാനിച്ചതും തന്ത്രപ്രധാനമാണ്. ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന് യുദ്ധം വിജയിപ്പിക്കുന്നതിൽ മുജീബുർ റഹ്മാന്റെ പങ്ക് നിർണായകമായിരുന്നു. ഇന്ത്യയുടെ അടുത്ത സുഹൃത്തെന്ന നിലയിൽ മുജീബുർ റഹ്മാനെ സ്വതന്ത്ര ബംഗ്ലാദേശിന്റെ ആദ്യ പ്രസിഡന്റാക്കുന്നതിനും ഇന്ത്യയും ഇന്ദിരാഗാന്ധിയും പ്രധാന പങ്കുവഹിച്ചു. മാസങ്ങൾക്കുള്ളിൽ പാർലമെന്ററി സംവിധാനത്തിലേക്കു മാറിയപ്പോൾ അധികാരകേന്ദ്രമായ പ്രധാനമന്ത്രി പദവിയിലേക്ക് മുജീബുർ റഹ്മാൻ മാറി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 1975 മുജീബുർ റഹ്മാൻ പട്ടാള അട്ടിമറിയിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യയെ ഞെട്ടിച്ചു. അന്ന് സൈന്യത്തിൽ രണ്ടാമനായിരുന്ന മേജർ ജനറൽ സിയാവുർ റഹ്മാന്റെ പിന്തുണയോടെ 20ഓളം മേജർമാരുടെ നേതൃത്വത്തിലാണ് മുജീബുർ റഹ്മാനെ വധിച്ചത്. അട്ടിമറിയിൽ മുജീബുർ റഹ്മാന്റെ ഭാര്യയും മക്കളുമടക്കം 12 അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ടു. മുജീബുർ റഹ്മാനുമായി ബന്ധമുള്ള ആരും ജീവിച്ചിരിക്കേണ്ട എന്നായിരുന്നു മേജർമാരുടെ തീരുമാനം. എന്നാൽ അന്ന് രക്ഷപ്പെട്ട മകൾ ഷെയ്ഖ് ഹസീന പിന്നീട് 4 തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായത് ചരിത്രത്തിലെ നാടകീയമായ വഴിത്തിരിവ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായി പിന്നീട് പ്രഖ്യാപിച്ച മുജീബുർ റഹ്മാനെ ആദരിക്കുക വഴി ബംഗ്ലാദേശുമായി വൈകാരികമായ ബന്ധം ഊട്ടിയുറപ്പിക്കുക കൂടിയാണ് ഇന്ത്യ ചെയ്തത്. എന്തായാലും ബംഗ്ലാദേശിൽ കനത്ത സ്വാധീനം ചെലുത്തി ഇന്ത്യയിൽ നിന്നകറ്റാനുള്ള ചൈനീസ് നീക്കം തൽക്കാലത്തേക്കെങ്കിലും പാളി. ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ നീക്കത്തിൽ ഏറെ അസ്വസ്ഥനാകുന്നത് ചൈനയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമാണ്. ഇതിനിടയിൽ ചൈനയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതും അമേരിക്കയ്ക്കെതിരെ തിരിയുന്നതും പോയ വാരത്തിൽ ലോകമെമ്പാടും ചർച്ചാ വിഷയമായി. ചൈനയ്ക്കും റഷ്യയ്ക്കുമെതിരെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ചൈന തിരക്കിട്ട ഈ നീക്കം നടത്തിയത്. അമേരിക്കയും റഷ്യയുമായി ഒരുപോലെ ബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യ ചൈനയുടെ ഈ നീക്കങ്ങളെ ഗൗരവമായാണ് വീക്ഷിക്കുന്നത്. ഉയ്ഗർ മുസ്ലിമുകൾക്കെതിരെ ചൈന നടത്തുന്ന വംശഹത്യാ നീക്കങ്ങളാണ് ഉപരോധത്തിന് വഴിവെച്ചത്. ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നതും ചൈനയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ ക്ഷണപ്രകാരം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൈനയിൽ തിരക്കിട്ട് സന്ദർശനം നടത്തുകയായിരുന്നു. അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമെതിരെ സംയുക്ത പ്രസ്താവന നടത്തിയാണ് ചൈനയും റഷ്യയും ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ സൂചന നൽകിയത്. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ സംഘർഷത്തിലായിരിക്കെ റഷ്യയുടെ നിലപാടുകൾ നിർണായകമാണ്.
അതുകൊണ്ടുതന്നെ റഷ്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ല. എന്തായാലും ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങളിൽ തന്ത്രപ്രധാന പങ്കുള്ള ഇന്ത്യയെ പിണക്കാൻ അമേരിക്ക തയ്യാറാവുകയുമില്ല. റഷ്യൻ ബന്ധത്തിൽ നിന്ന് ഇന്ത്യയെ അടർത്തിമാറ്റി തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു പിന്നാലെ പ്രസിഡന്റ് ജോ ബൈഡനും ഇന്ത്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും നടുവിൽ ത്രിശങ്കുവിലാണ് ഇന്ത്യ. ആരെയും പിണക്കാൻ വയ്യ. ഈ അവസരം മുതലെടുത്താണ് റഷ്യയുമായി ബന്ധം ദൃഢമാക്കാൻ ചൈന ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ബംഗ്ലാദേശ് അടക്കമുള്ള അയൽരാജ്യങ്ങളെ കൂടെ നിർത്തിയും അമേരിക്കയെയും റഷ്യയെയും വ്യത്യസ്ത തലങ്ങളിൽ അടുപ്പിച്ചു നിർത്തിയും ബദൽ തന്ത്രങ്ങൾ ഇന്ത്യയും പയറ്റുന്നു.